തിരൂർ മുനിസിപ്പാലിറ്റിയിലെ അയ്യപ്പൻകാവ് അയ്യപ്പൻകാവില്ല, പാട്ടുപറമ്പ് റോഡിൽ നിന്ന് പടിഞ്ഞാട്ട് വരുന്ന മാങ്ങാട്ടി റോഡിനോട് മുട്ടുന്ന റോഡാണിത്. ഇവിടെ ഒരു കൊല്ലത്ത് കൂടുതലായിട്ടാണ് ഈ വെള്ളം പൊട്ടിപ്പോകാൻ തുടങ്ങിയിട്ട്. ഒരു കൊല്ലത്ത് കൂടുതൽ. ഇതുവരെ അധികൃതരെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. കാരണം അത്രയും വെള്ളം ഇവിടുന്ന് പോവുകയാണ്. ഈ ഒലിച്ചു പോണ വെള്ളമൊക്കെ ഈ പൈപ്പിലെ വെള്ളം ഉണ്ടാ. ഈ ഒലിച്ചു പോണ വെള്ളം മുഴുവൻ പൈപ്പ് പെട്ട വെള്ളം. ഇത്രയും വെള്ളം ഉണ്ടാ. ഈ ഒലിച്ചു പോണ വെള്ളമൊക്കെ ഈ പൈപ്പിൽ നിന്ന് പോണ വെള്ളമാണ്. അതുകൊണ്ട് ഈ പൈപ്പ് അടക്കാൻ അധികൃതർ പെട്ടെന്ന് ശ്രമിക്കുക. ഉണ്ടോ, ഒരു കൊല്ലത്ത് കൂടുതലായിരിക്കണം ഈ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോകും. വരും, അവരെ വരുത്തും ഞാൻ. അതാ, അതുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് കുടിക്കാൻ വെള്ളം കിട്ടില്ല പൈപ്പിൽ നിന്ന്. പക്ഷേ ഈ അരിച്ചാലിൽ കൂടി പോകാനും വെള്ളമുണ്ട്. അതാണ് വലിയൊരു മാറ്റം. എത്രയും പെട്ടെന്ന് പാട്ടുപറമ്പ് റോട്ടിൽ നിന്ന് ഇത്തിരി വരാം, മാങ്ങാട്ടി റോട്ടിലേക്ക് ടച്ച് ആണതിൻ്റെ കുറച്ച് മുമ്പുള്ള റോഡാണിത്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടേ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന്. ഇതാ, ഒരു കൊല്ലം കഴിഞ്ഞ് ഇത്രയും വെള്ളം ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ട്. കണ്ടാ, ഇത്രയും വെള്ളം ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി. ഈ പൈപ്പിൽ നിന്ന് വെള്ളം ആൾക്ക് കുടിക്കാൻ കിട്ടില്ല. റോട്ടിൽ അരിച്ചാൽ കൂടി പോകാനും വെള്ളമുണ്ട്. അതുകൊണ്ട് ഇത് എത്രാം പാടാണ്? മുനിസിപ്പാലിറ്റി അല്ലേ ഇത്? തിരൂർ മുനിസിപ്പാലിറ്റി പെട്ടതല്ലേ? പാടം അറിയില്ല. ഇത് ഗവൺമെൻറ് കൊടുക്കാൻ ചാനലിൽ പോകണതാണ്. ഒരു കൊല്ലായി ഈ വെള്ളം പോണു. ആ എരപ്പനെവിടെ കൊണ്ടുവരണം? ദിവസം ഫോട്ടോ ഉണ്ടല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി കാണിച്ചു കൊടുക്കണം, ഇതാണ് കേരളത്തിൽ നടക്കുന്നതെന്ന്. കുടിക്കാൻ വെള്ളമില്ല, പൈപ്പിൽ ഇത്രയും വെള്ളം വേസ്റ്റായി ഉണ്ട്. അരിച്ചാൽ വരെ പോണു. ഇവിടെ ഒരു എരപ്പറ്റി കൗൺസിലർ ഉണ്ട്, അതിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരൊക്കെ ആ ചേട്ടൻ്റെ ഒരു പ്രതികരണമാണിത്. കാരണം ഈ വെള്ളം പോലെ കണ്ടിട്ടാണ് ഇപ്പം ചേട്ടനാ പറയുന്നത്. അത്രയും. അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങളൊക്കെ ട്രൈ ചെയ്തതാണ്. അധികൃതരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ട് ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധ അതിന് വേണ്ടത് എന്താ? ജനങ്ങളെ ഒരുമിച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. ജനങ്ങൾ ഒരുമിക്കണില്ല. രണ്ടാമത് ഇത് അധികൃതരുടെ ശ്രദ്ധ ഇതുണ്ടല്ലോ, ഗവൺമെന്റ് ഉദ്യോഗവർഗത്തിന്റെ പോരായ്മയാണിത്. പറഞ്ഞത് ശരി, എല്ലാവർക്കും അറിയാതെ. പക്ഷെ എന്ത് ചെയ്യും? ശരിയാവും, ഒക്കെ ശരിയാവും. ഇനി ശരി, എല്ലാവരും കൂടി ഇവിടുന്ന് ഒഴിച്ചിട്ടുണ്ടല്ലേ, കൈക്കോട്ടും കൊടുത്തിട്ടൊക്കെ കൊത്തി മാന്തി കഴിക്കുക. ഒന്നും വേണ്ട, റോഡും വേണ്ട, ഒന്നും വേണ്ട. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ കിടങ്ങ് ഉണ്ടാക്കുക, വെള്ളം പോട്ടെ. കേട്ടില്ലേ? ആ ചേട്ടൻ്റെ ഒരു പ്രതികരണമാണിത്. കാരണം എന്താണെന്ന് പറയാം, ഇത് ഒരു കൊല്ലായിക്കണേ ഈ ഒലിച്ചു പോണ്. ഇതൊന്ന് ജോയിൻ്റ് ചെയ്യുക, ഈ വെള്ളം പോലെ നിർത്തിയാൽ എത്ര ആൾക്ക് കുടിവെള്ളം കിട്ടും? കുടിവെള്ളമാണിത്. ഇതിനൊക്കെ കാശ് വാങ്ങുന്നുണ്ട്. ഇത് വേണ്ട, കാരണം പ്രഷർ ഇല്ല, വെള്ളം മേലോട്ട് കയറുന്നില്ല. ഇല്ല. ശരി, ഇൻഷാ അല്ലാഹ്.